കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണ് ചവറയിലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന KMML. കഴിഞ്ഞ കുറേ കാലങ്ങളായി കോടികളുടെ അഴിമതി കഥകളാണ് KMML നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതിയുടെ വസ്തുതയെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി KMML സീനിയർ അക്കൗണ്ടന്റായ VR ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. സർ, നമസ്കാരം. നമസ്കാരം. സർ, കഴിഞ്ഞ ആഴ്ച താങ്കൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി താങ്കളുടെ ജീവന് ഭീഷണിയുണ്ട് എന്നും കഴിഞ്ഞ മാസത്തിൽ ഒരു 4-ാം തീയതി താങ്കളുടെ മുമ്പിൽ ഒരു ഫയൽ വന്നെന്നും അത് മടക്കിയതിൻ്റെ പേരിലാണ് താങ്കൾക്ക് ജീവന് ഭീഷണി ഉണ്ടായതെന്നും. എന്താണ് KMML സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഇത് വസ്തുതാപരമായൊരു കാര്യമാണ്. കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി എൻ്റെ മുന്നിലേക്ക് ലാപ്പ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഒരു ബില്ല് ഒപ്പിടാതെയും അതിന് വർക്ക് ഓർഡർ ഇല്ലാതെയും അതിന് അപ്രൂവൽ ഇല്ലാതെയും വരികയുണ്ടായി. പക്ഷേ ആ ഫയൽ ഒപ്പിടുന്നതിന് വേണ്ടിയിട്ടും അപ്രൂവലിന് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ആ തിരിച്ചയച്ചതിൻ്റെ പേരിൽ ഒട്ടനവധി ഭവിഷ്യത്തുകൾ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം മേലുദ്യോഗസ്ഥർ കൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും എന്നാൽ ലാപ്പ സൊസൈറ്റിയിൽ നിന്ന് തന്നെ പലരും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കാരണം താങ്കൾ ഈ തിങ്കളാഴ്ചയ്ക്കകം ഈ ഫയൽ വിട്ടില്ലെന്നുണ്ടെങ്കിൽ താങ്കളുടെ തല വരെ അരിയുമെന്നും ഈ രീതിയിൽ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഭീഷണിപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ച് ഞാൻ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർക്ക് കത്ത് നൽകുകയുണ്ടായി. ആ കത്ത് കിട്ടിയതിൽ നിന്നിട്ട് പ്രാഥമിക അന്വേഷണം നടത്തി കമ്പനി എനിക്ക് മറുപടി തന്നതിൽ ഇതിനകത്ത് ഗുരുതരമായ ഭീഷണി ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഭീഷണി നിലനിൽക്കുമ്പോൾ എൻ്റെ കുടുംബത്തിനോ സുരക്ഷയ്ക്ക് ആയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചതായിട്ട് അതിനകത്ത് കണ്ടില്ല. അതിനെ തുടർന്നാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകേണ്ടതായിട്ട് വന്നത്. അങ്ങനെ ഞാൻ പരാതി നൽകിയിരുന്നു. എന്തുകൊണ്ടാണ് ആ ഫയൽ താങ്കൾ മടക്കിയത്? അത് മടക്കുന്നതിന് പ്രധാനമായിട്ട് കാരണം ആ വന്ന ഫയലിനകത്ത് അതിന് അപ്രൂവൽ ഉണ്ടായിരുന്നില്ല. അത് ലാപ്പ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം KMML വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഏതാണ്ട് ഒരു 70 ലക്ഷം രൂപയോളം ഓൾറെഡി കൊടുക്കുകയും ചെയ്തതാണ് TP യൂണിറ്റിൽ നിന്നിട്ട്. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ നിന്നിട്ട് ഈ പൈസ കൊടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എനിക്കായതുകൊണ്ടും ആ സാധനത്തിനകത്ത് ആരും സർട്ടിഫിക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡ് വർക്ക് പ്രൊസീജിയറുണ്ട്. ഈ വർക്ക് പ്രൊസീജിയറൊന്നും പാലിക്കാതെയാണ് അവർക്ക് വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിന് അപ്രൂവൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനത് ഫയൽ മടക്കിയത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം KMML ഒരു ഫയൽ നീങ്ങണമെങ്കിൽ താങ്കളുടെ മുന്നിൽ എത്തണമെങ്കിൽ അത് നിരവധി പേരിൽ നിന്ന് കടന്നു വേണം താങ്കളിലെത്താൻ. താങ്കളിൽ നിന്ന് പിന്നീട് അത് MDയിലേക്ക് പോവുകയാണ്. ഇത്രയും പേരും ഈ ഒരു അഴിമതി ഇത്തരത്തിലൊരു ക്രമക്കേടിൽ ഉണ്ടായി എന്ന് കണ്ടെത്തിയില്ലേ? അത് തീർച്ചയായിട്ടും അവർ നോക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ നോക്കിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ ബില്ല് വിടുന്നതിന് മുൻപായിട്ട്, അതായത് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് പരിശോധിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അപ്പോൾ എൻ്റെ കർത്തവ്യം ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ തിരക്കേണ്ട കാര്യമില്ല. അത് എൻ്റെ കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കുക. അപ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബില്ല് ഇട്ടതിന് ശേഷം എനിക്ക് അപ്രൂവൽ തന്നത്, ഇത് അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ ജനറൽ മാനേജർ PN തന്നു. പക്ഷേ ആ ജനറൽ മാനേജർ PN തന്ന ആ അപ്രൂവലിൻ്റെ പേപ്പറിനകത്ത് KMML നിന്നിട്ട് ലാപ്പ സൊസൈറ്റിക്ക് പണം കൊടുക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതിനാലാണ് വർക്ക് ഓർഡർ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്ത സമയത്ത് ഈ ബില്ല് വന്നതിന് ശേഷമാണ് വർക്ക് ഓർഡർ അവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആ വർക്ക് ആരംഭിക്കുന്നതിന് മുൻപായിട്ടാണ് സാധാരണഗതിയിൽ KMML വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ ബില്ല് വന്നതിന് ശേഷമാണ് വർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് അപ്രൂവലിന് ചോദിച്ചപ്പോഴാണ് ആ വർക്ക് ഓർഡർ 2014 മുതൽ KMML ലാപ്പ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന വർക്ക് ഓർഡറുകളെല്ലാം ഇൻ വോഗു ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ വോഗു എന്ന് പറയുമ്പോൾ അതൊരു ബേസ് ഇല്ല. കാരണം കീഴ്വഴക്കം പാലിച്ചുകൊണ്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ KMML ഒരു സ്റ്റാൻഡേർഡ് വർക്ക് പ്രൊസീജിയർ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് വർക്ക് പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷത്തിലധികം തുകയ്ക്ക് മേലെ വരുന്ന തുകയ്ക്ക് ഉള്ളത് ഈ ടെൻഡർ മുഖേന മാത്രമേ വിളിക്കാവുള്ളൂ എന്നൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൻ്റെ നഗ്നമായ ഒരു വയലേഷനാണ് അവിടെ കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വയലേഷൻ നടക്കുമ്പോൾ ആ ഒരു പേയ്മെൻറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ കഴിയില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു വിജിലൻസ് എൻക്വയറിയോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഈ അപ്രൂവലില്ലാത്ത ഇതിന് എന്തുകൊണ്ട് താങ്കൾ പേയ്മെൻറ്റ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിന് അപ്രൂവലില്ലാത്ത കൊടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് MD 3/6/2016 MDയുടെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയും വളരെ മോശപ്പെട്ട രീതിയിൽ വളരെ ചൂടായി തന്നെയാണ് എന്നോട് സംസാരിച്ചത്. പക്ഷേ ഒരു കമ്പനിയിൽ ഇപ്പോൾ MD ആയാലും ഞാനായാലും MD ഉന്നത ഉദ്യോഗസ്ഥനാണ്,
എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും താഴെയുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒരു പേയ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന് അപ്രൂവൽ വേണമെന്നാണ് ഞാൻ എം ഡിയോട് ആവശ്യപ്പെട്ടത്. അല്ലാതെ എം ഡിക്ക് വേണമെങ്കിൽ എം ഡിക്ക് അപ്രൂവ് ചെയ്യാതെ, പക്ഷേ എം ഡി അതിനകത്ത് KMML ലാപ്പ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റിക്ക് പൈസ കൊടുക്കണം എന്ന് എഴുതണം എന്ന് ഞാൻ വാശി പിടിച്ചു. കാരണം ഒരു പേപ്പറിനകത്തും ഈ സൊസൈറ്റിക്ക് പൈസ കൊടുക്കണം എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൈസ കൊടുക്കാതിരുന്നത്. ഈ KMMLൊന്നും ഇത്തരം ചർച്ചകളൊന്നും ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ലേ? പിന്നെ ഈ ഒരു ഇത്തരത്തിൽ തുക വർദ്ധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ച KMMLുമായി ആവശ്യമാണല്ലോ. KMMLുമായിട്ട് ഇവർ ചർച്ച നടത്തിയതിൻ്റെ യാതൊരു പേപ്പറും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവർ ചർച്ച നടത്തിയത് RLC ആയിട്ട് നടത്തിയ ഒരു ചർച്ചയുടെ പേപ്പർ എനിക്ക് അയച്ചു തരികയുണ്ടായിരുന്നു. RLC ആയിട്ട് നടത്തിയ ചർച്ചയിൽ KMML കോൺട്രാക്ടേഴ്സ് ഓഫ് KMMLും യൂണിയൻസ് ഓഫ് കോൺട്രാക്ട് വർക്കേഴ്സും തമ്മിലാണ് ചർച്ച നടത്തിയതും അവിടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യപ്പെട്ടതും. അത് KMMLന് യാതൊരു വിധത്തിലും ബാധകമല്ല. കാരണം KMML അതിൻ്റെ ഒരു പാർട്ടിയേ അല്ല. KMML അങ്ങനെ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ KMMLനകത്ത് ഒരു തീരുമാനം ഉണ്ടാകണം. ആ ഒരു തീരുമാനത്തിൻ്റെ കോപ്പിയാണ് ഞങ്ങൾക്ക് ആവശ്യം പൈസ കൊടുക്കാൻ. പക്ഷേ അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാതിരിക്കുന്നത്. ഈ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നെങ്കിൽ എത്ര കോടി രൂപയുടെ, എത്ര ലക്ഷം രൂപയുടെ നഷ്ടം KMML ഉണ്ടാകുമായിരുന്നു? ഈ ഒരു ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ ഇതിനെ തുടർന്ന് വർഷങ്ങളോളം ഈ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല എത്രയാണ് കമ്മിറ്റ്മെൻ്റ് എന്ന്. ഇപ്പോൾ TP യൂണിറ്റി തന്നെ ഇവിടെ കൊടുത്തിട്ടില്ല, TP യൂണിറ്റി തന്നെ ഏതാണ്ട് 70 ലക്ഷം രൂപയോളം അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഏതാണ്ട് ഇതിനെ തുടർന്ന് 70 ലക്ഷം രൂപയോളം ഇനി കൊടുക്കാനുണ്ട്. പിന്നെ ഏതാണ്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് 16,83,00,000 രൂപയുടെ വർക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വിജിലൻസ് എൻക്വയറി നടക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ലാപ്പ? നിരന്തരം അഴിമതി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. KMMLിൽ വരുന്ന ഒരുമാതിരിപ്പെട്ട അഴിമതി ആരോപണങ്ങളിലെല്ലാം ലാപ്പയുടെ പേര് കേൾക്കുന്നു. എന്താണ് ലാപ്പ? ഈ ലാപ്പ സൊസൈറ്റി എന്ന് പറയുന്നത് KMMLൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ KMMLന് വേണ്ടി വസ്തുവും വീടും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനും തൊഴിൽ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സൊസൈറ്റിയാണ്. തീർച്ചയായും ലാപ്പ എന്നത് അപ്പോൾ ഒരു KMMLന് വേണ്ടി വസ്തു വിട്ടുകൊടുത്ത, KMML എന്ന കമ്പനി സ്ഥാപിക്കുന്നതിന് വേണ്ടി വസ്തു വിട്ടുകൊടുത്ത കുറേ ആളുകളുടെ ഒരു സംഘടന. അതിനപ്പുറം അവരുടെ ചെറിയ തൊഴിലുകൾ ചെയ്യുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഈ മാനേജ്മെൻറ്റിൽ തീരുമാനമെടുക്കാൻ പറ്റും? ആരാണ് ഇത്തരത്തിൽ വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണോ ഈ പറയുന്ന ലാപ്പ? അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയൊന്നുമല്ല ലാപ്പ. കാരണം ലാപ്പയിൽ ഏതാണ്ട് 55ഓളം പേരാണ് ലാപ്പ സൊസൈറ്റിയിൽ അംഗമായിട്ടുള്ളത്. അതിനുശേഷം ഈ 167 വർക്കർമാരുടെ പോസ്റ്റ് വന്നപ്പോൾ അവരെ മാൻ പവർ ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ലാപ്പയെ സമീപിച്ചു. അപ്പോൾ ലാപ്പ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും പേരെ തരാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് കമ്പനിയിലെ ഏറ്റവും ഉന്നത തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെയൊക്കെ ലാപ്പയ്ക്ക് എങ്ങനെ സ്വാധീനിക്കാൻ സാധിക്കുന്നു? അത് ഉന്നതതല രാഷ്ട്രീയ ബന്ധങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ. പക്ഷേ ഇന്ന് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്പ സൊസൈറ്റിയിൽ കമ്പനിയിൽ അനധികൃതമായ രീതിയിൽ ESA-PF വ്യാജമായിട്ട് ഒത്തിരി രജിസ്ട്രേഷൻ നടന്നു. ഏതാണ്ട് 2000-ലധികം പേരെ വ്യാജമായി രജിസ്ട്രേഷൻ നടത്തി. ആ വ്യാജമായി രജിസ്ട്രേഷൻ നടത്തിയ ആളുകളെ അവിടെ കമ്പനി തന്നെ നിയോഗിച്ച RGN പ്രൈസ് ആൻഡ് കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു ദിവസം പോലും കമ്പനിയിൽ കയറാത്ത 1000-ലധികം പേരുണ്ട് എന്ന് മനസ്സിലാക്കി. പക്ഷേ കമ്പനി അതിനെ തുടർന്ന് ഒരു അന്വേഷണം നടത്തുവാനോ അല്ലെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനോ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. ഈ കമ്പനി ആരംഭിച്ച് 84 മുതൽ 93 വരെ ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയിൽ ഈ KMML നഷ്ടത്തിലായിരുന്നു. 93 വരെ. 93-ന് ശേഷം ഇങ്ങോട്ട് 2014 വരെ ഈ കമ്പനി വലിയ ലാഭത്തിൽ പോയിരുന്നു. 2014 ഈ കമ്പനി പെട്ടെന്ന് നഷ്ടത്തിലേക്ക് പോകുന്നു. ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ താങ്കൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? എന്തുകൊണ്ട് ഈ കമ്പനി നഷ്ടത്തിലേക്ക് പോയി? അല്ല, തീർച്ചയായിട്ടും 84 മുതൽ ഏതാണ്ട് 93 കാലഘട്ടം വരെ ഈ കമ്പനി കാരണം അതിൻ്റെ പീഡിത വ്യവസായമായിട്ട് തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് ഈ കമ്പനിയിൽ ആത്മാർത്ഥമായിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമഫലമായിട്ട് തന്നെയാണ് ഈ കമ്പനി ലാഭത്തിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ആ കമ്പനി ലാഭത്തിലാക്കാൻ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 2000-ന് ശേഷം വന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ ഈ കമ്പനിയെ പിന്നോട്ടടിച്ചിട്ടുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപയാണ് ഈ വികസന പ്രവർത്തനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ അങ്ങനെ അടിച്ചു മാറ്റിയത് മാത്രമല്ല, അവിടെ അഡ്രസ്സില്ലാത്തൊരു കമ്പനിക്ക് വരെ 8,08,00,000 രൂപയോളം മൊത്തം ചിലവ് നോക്കുകയാണെങ്കിൽ 8,39,00,000 രൂപ ഒരു അഡ്രസ്സില്ലാത്ത കമ്പനിക്ക് യാതൊരുവിധ വർക്കും ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്പനിയെ പിന്നോട്ടടിക്കുന്നത്. തീർച്ചയായിട്ടും നഷ്ടത്തിലേക്ക് നയിക്കുന്നതിനും പ്രധാനപ്പെട്ട കാരണവും അതാണ്. അതുകൂടാതെ
അത് ഇത്തരത്തിലൊരു നേട്ടമുണ്ടാക്കുന്നത് പൈസ ഇപ്പോൾ കോടികളൊക്കെ ഒരു കാര്യവുമില്ലാതെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 8 കോടി രൂപ ഒരു അഡ്രസ്സും ഇല്ലാത്തൊരു കമ്പനിക്ക് പോകുന്നു, വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ അതിൽ കോടികൾ മുക്കുന്നു. ഏതാണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 2000-ന് ശേഷം നടത്തിയ KMML വികസന പ്രവർത്തനങ്ങൾ 1200 കോടിയുടെ വികസന പ്രവർത്തനം LDF സർക്കാർ വന്നതിന് ശേഷം നിർത്തിവെച്ചു. വലിയ അഴിമതിയാണെന്നൊക്കെ കാണിച്ചു. ആരാണ് ഈ അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത്? അല്ല, ആരാണ് അഴിമതി കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിന് ആൻസർ പറയാൻ പറ്റില്ലല്ലോ. കാരണം അതിനാണല്ലോ കൃത്യമായിട്ട് നല്ലൊരു അന്വേഷണം വേണ്ടത്. നല്ലൊരു അന്വേഷണം വന്നെങ്കിൽ മാത്രമാണ് ഈ അഴിമതിയെക്കുറിച്ച് വ്യക്തമായിട്ടും പൊതുജനമധ്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്ന ബില്ലുകളും അത്തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് പ്രോപ്പറാണോ എന്ന് പരിശോധിക്കാൻ മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാരാണ് അഴിമതി കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പറവിയിൽ വരുന്ന കാര്യമല്ല. അതിനാണ് നമുക്ക് കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരുള്ളത്. അത് അവരന്വേഷിക്കട്ടെ. അവരിപ്പോൾ അന്വേഷിക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, അതല്ലേ നല്ലത്. പിന്നെ 2014-15 ലോസാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു മദർ യൂണിറ്റ് എന്ന നിലയിൽ MS യൂണിറ്റ്, മിനറൽ സെപ്പറേഷൻ യൂണിറ്റ് ഉണ്ട്. ആ മിനറൽ സെപ്പറേഷൻ യൂണിറ്റിൻ്റെ പ്രോഫിറ്റ് കൊണ്ടാണ് KMML മൊത്തത്തിൽ ലാഭകരമെന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഈ പ്രോഫിറ്റ്, അത് ഈ TP യൂണിറ്റ് പ്രധാനമായിട്ട് ലോസിൽ പോകാനുള്ള കാരണം തീർച്ചയായിട്ടും അവിടുത്തെ മാനേജ്മെൻറ്റ് പിടിപ്പുകേട് തന്നെയാണെന്ന് പറയാം. കാരണം പല കാലഘട്ടങ്ങളിലും നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി മെഷേഴ്സ് എടുക്കണം. പക്ഷേ ഈ കോസ്റ്റ് കുറയ്ക്കുന്നതിന് പകരം അവിടെ കോസ്റ്റ് കൂടുകയും എന്നാൽ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ വില കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു സംശയം വരുന്നത്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡാണ്. ഏതാണ്ട് 2,55,000 മെട്രിക് ടണ്ണോളം ഇന്ത്യയിൽ അത് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അത് ആകെ ഉൽപ്പാദിപ്പിക്കുന്നത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന ചവറയിലെ KMML മാത്രമാണ്. അത് 30,000 ടൺ മാത്രമാണ് ഒരു വർഷം നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിന് മാർക്കറ്റില്ല. അതെന്താണ്? പക്ഷെ അത് 2,55,000 മെട്രിക് ടൺ മൊത്തം കൺസംഷൻ ഇന്ത്യയിലുണ്ട്. അത് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷേ നമുക്ക് KMML ആകെ ഉൽപ്പാദിപ്പിക്കാൻ മാക്സിമം കഴിഞ്ഞത് 36,998 ടണ്ണാണ്. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് അവസാനിക്കുമ്പോൾ അതിലായിരുന്നു. പക്ഷേ അതിൽ നിന്നിട്ട് UDF ഗവൺമെൻറ് അധികാരത്തിൽ കയറുമ്പോൾ ഈ ഉൽപ്പാദനം കുറഞ്ഞു ഓരോ വർഷം കുറയുമായിരുന്നു. അതിൻ്റെ തോത് കുറഞ്ഞ് ഏതാണ്ട് 27,016 മെട്രിക് ടണ്ണോളം എത്തിക്കഴിഞ്ഞു. പക്ഷേ ഈ 27,000 മെട്രിക് ടൺ ഈ 2,55,000 മെട്രിക് ടൺ കൺസംഷൻ ഉള്ള ഇന്ത്യയിൽ വിറ്റഴിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് പിടിപ്പുകേട് തന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം 5 ടൺ മുതൽ 50 ടൺ വരെ കൺസംഷനുള്ള 1,200 1,300ഓളം ആൾക്കാർ ഈ ഇന്ത്യയിലുണ്ട്. അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സമയബന്ധമായിട്ട് എത്തിച്ചു കൊടുക്കാൻ നമ്മളോട് കഴിയുന്നില്ല. കാരണം നമ്മൾ വലിയ വലിയ ആൾക്കാരെ മാത്രമാണ് പിടിക്കുന്നത്. അവിടെ നമ്മുടെ പ്രൈസിങ് പോളിസിയുടെ തയ്യാറായിട്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രൈസിങ് പോളിസി ഈ ചെറിയ ആൾക്കാർക്ക് ഈ KMMLലേക്ക് വന്ന് എടുത്തുകൊണ്ടുപോകാൻ തക്ക രീതിയിലല്ല. കാരണം ഇവർ വൻകിടക്കാരെ മാത്രം ലാക്കാക്കിക്കൊണ്ടാണ് ഈ പ്രൈസിങ് പോളിസി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചെറുകിട കമ്പനികൾ കടന്നു വരാൻ പറ്റാത്തതും നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് ഈ ചെറുകിടക്കാർക്ക് കൊടുക്കാൻ കഴിയാത്തതിനും കാരണം. ഈ വൻകിടക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും വൻകിടക്കാരുമായി ഇടപാട് നടത്തുമ്പോഴും നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ താഴെയാണ് ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതെന്തുകൊണ്ടാണ്? അത് ഒരു പക്ഷേ നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സാധന പ്രൈസിങ്. പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതാണ്ട് 1,90,000 രൂപ വരെ വില വരുന്നുണ്ട്. അതേസമയം നമ്മുടെ KMML ഇത് വിൽക്കുന്നത് ഏതാണ്ട് 1,60,000 രൂപ വരെ വരുന്നുള്ളൂ. പക്ഷേ ആ 1,60,000 രൂപ നമ്മൾ ബേസിക് പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഈ വലിയ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ഇനത്തിൽ 10,000-20,000 കൊടുത്തതിന് ശേഷം 1,42,000 രൂപയാണ് നമുക്ക് നെറ്റ് റിയലൈസേഷൻ കിട്ടുന്നത്. ഒരുപക്ഷെ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 1,72,000 രൂപ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പോംവഴി. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഉൽപ്പന്നം വില കുറച്ച് എല്ലാവരിലും എത്തിക്കാൻ കഴിയുള്ളൂ. ഇതിൽ ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കാറുണ്ടോ? തീർച്ചയായും ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. ഓരോ പ്രൈസിങ് പോളിസിയിലും ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. കാരണം ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ KMML മാത്രമാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ക്ലോറൈഡ് റൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏക കമ്പനി. പക്ഷേ ഒരു ഡിസ്കൗണ്ടിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു മൊണോപ്പൊളി പ്രൊഡക്റ്റാണ്. കാരണം സാധാരണഗതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് സ്റ്റോക്ക് ഒത്തിരി ഡംപ് ചെയ്യും. ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണ് ഡിസ്കൗണ്ടിന് ഇമ്പോർട്ടൻസ് വരിക. ഇതൊരു മൊണോപ്പൊളി മാർക്കറ്റിൽ ഡിസ്കൗണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു എന്താണ് എന്ന് അതിനെക്കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നല്ലൊരു അന്വേഷണം തന്നെ വേണ്ടതാണ്. കാരണം ഈ സെയിൽസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വിജിലൻസ് എൻക്വയറിയിലും അത് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പത്രമാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞതാണ്. വലിയ തോതിൽ ഒരു കുറവ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഏതാണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലും പിന്നീട് 20,000 രൂപ പിന്നെയും കുറയ്ക്കുന്നു. ഇതിങ്ങനെ കുറയ്ക്കുന്നതിൽ ആരാണ്? ഇതിൻ്റെ ഈ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ ബോഡി നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾ? അല്ല, അതിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് കമ്പനിയിലുള്ളത് ഒരു പ്രൈസിങ് കമ്മിറ്റിയാണ്. ആ പ്രൈസിങ് കമ്മിറ്റിയാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്.
ഈ പ്രൈസിംഗ് കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത്? പ്രൈസിംഗ് കമ്മിറ്റിയിൽ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരാണ്, MD അടക്കമുള്ള ഫിനാൻസിൻ്റെ ഹെഡ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് പ്രൈസിംഗ് കമ്മിറ്റിയിലുള്ളത്. അവർ മാർക്കറ്റ് സ്റ്റഡി നടത്തിയാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ ഒരു കമ്മിറ്റിയിലുണ്ട്? ഇല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ ഉള്ളതായിട്ട് അറിവില്ല. MD അടക്കമുള്ളവർ മാത്രമാണ്, MD കമ്പനിയുടെ അടക്കമുള്ളവർ ഭാഗമായിട്ടുള്ള കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഭാഗമാണ്. മാത്രമാണ്. ഈ ഒരു വില കുറയ്ക്കുന്നതിൽ ആസൂത്രിതമാണെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നുണ്ട് വലിയ തോതിൽ. KMML ആസൂത്രിതമായി ഇതിൻ്റെ വില കുറയ്ക്കുന്നു, അങ്ങനെയാണ് ഈ കമ്പനി നഷ്ടത്തിൽ പോയതെന്നൊക്കെ വലിയ കുറേ കാലങ്ങളായി ഈ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ. കാരണം കൃത്യമായിട്ട് ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ എന്നെ സംബന്ധിച്ച് അത് പറയാൻ കഴിയില്ല. കാരണം ഞാൻ അവിടുത്തെ ഒരു അക്കൗണ്ടൻറ്റ് മാത്രമാണ്. കാരണം നമ്മുടെ മേശപ്പുറത്ത് വരുന്ന ഫയലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രൈസിംഗ് പേപ്പർ വരും മാത്രമാണ് നമ്മളിത് അറിയാൻ കഴിയുന്നത്. VR ബൈജുവിന് ഏതാണ്ട് 23 വർഷത്തെ സർവീസ് ഉണ്ട്. ഏതൊക്കെ അഴിമതികൾ കണ്ടു ഒരു അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ? അവിടെ ഞാൻ ഒട്ടുമിക്ക എല്ലാ സീറ്റുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനവിടെ വർക്ക് ചെയ്യുന്ന ഓരോരോ സീറ്റുകളിലും ഓരോരോ അഴിമതിയുടെ കാര്യങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. തീർച്ചയായിട്ടും ഞാൻ TP യൂണിറ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ട് ചെയ്ത ഇതിനകത്ത് പൈസ പോകുന്നതായിട്ട് മനസ്സിലാക്കി. അതപ്പോൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്ത് ഞാനത് TSP യൂണിറ്റ്, ഇപ്പോൾ ജോലി ചെയ്യുന്ന ടൈറ്റാനിയം സ്പോഞ്ച് യൂണിറ്റിലേക്ക് വന്നു. അങ്ങനെ ടൈറ്റാനിയം സ്പോഞ്ച് യൂണിറ്റിൽ വരുമ്പോഴാണ് ടൈറ്റാനിയം സ്പോഞ്ചിൻ്റെ ഏറ്റവും അസംസ്കൃത പദാർത്ഥമായ മെഗ്നീഷ്യം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മെഗ്നീഷ്യം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ ഏറ്റവും ആദ്യം കണ്ട ഫയൽ അതായിരുന്നു, മെഗ്നീഷ്യത്തിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയൽ. അപ്പോൾ അത് ഒരു മെട്രിക് ടണ്ണിന് 3,92,000 അതിനെ വില അതിനകത്തിട്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ വിവരം എൻ്റെ ഹെഡിനെ ഞാൻ അറിയിച്ചു. എൻ്റെ ഹെഡിനെ അറിയിച്ചത് 2 ലക്ഷത്തിൽ താഴെയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിൻ്റെ വില എന്നും നമുക്കിതിന് സിംഗിൾ കൊട്ടേഷൻ ആണെന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് റീടെൻഡർ ചെയ്യുന്നതാണ് ഉചിതമെന്ന് അറിയിച്ചു. അതിനെ തുടർന്ന് അന്നത്തെ MD അൽകേഷ് കുമാർ സാറ് ഇതുമായിട്ട് സംസാരിച്ച് അങ്ങനെ അത് റീടെൻഡർ ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഒരു ഇടപാടിൻ്റെ പേരിലാണോ, ഈ ഒരു ഇടപാടിനെതിരെ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണോ ഈ അൽകേഷ് കുമാർ എന്ന ഉന്നത ഉദ്യോഗസ്ഥന് കസേര തെറിച്ചത്? അല്ല, അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അത് പല കാര്യങ്ങളായിരിക്കുമല്ലോ, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ. എത്ര രൂപയുടെ നഷ്ടം ഈ ഒരു ഇനത്തിൽ ഉണ്ടായി കാണും KMML? അല്ല, KML ഇപ്പോൾ കണ്ടുപിടിച്ചത് 52 ലക്ഷമാണല്ലോ. 52 ലക്ഷം രൂപയുടെ ധനനഷ്ടം ഉണ്ടായതായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ ഒരു ഇനത്തിൽ മാത്രം? ഈ ഒരു ഇനത്തിൽ ഈ ഒരു ഇനത്തിൽ ഒട്ടനവധി ഉണ്ടായേക്കാം. കാരണം സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് അതിന്, എങ്കിൽ മാത്രമേ തെളിയിക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ ഈ സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഉദ്യോഗസ്ഥരോടുള്ള നിലപാടെന്താണ്? അത് തീർച്ചയായിട്ടും KMMLൻ്റെ മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെടില്ലല്ലോ. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രൊമോഷൻ തരില്ല, നമ്മൾ ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം, അവരുടെ ഗുഡ് ബുക്കിൽ വരില്ല. അപ്പോൾ സാധാരണഗതിയിൽ നല്ല ഗുഡ് ബുക്കിൽ വരുന്നവർക്കാണ് ശരിക്കും പ്രൊമോഷനും എല്ലാ കാര്യങ്ങളും സമയങ്ങളിൽ കിട്ടും, സമയബന്ധിതമായിട്ട് കിട്ടും. ഈ അഴിമതിയൊക്കെ സംബന്ധിച്ച് ഈ അഴിമതി ഒട്ടനവധി അഴിമതി കാര്യങ്ങൾ ആനുവൽ റിപ്പോർട്ടിലടക്കം അടിച്ചു വരുന്നുണ്ട്. ഇത്ര കോടി ഞങ്ങൾ അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, പക്ഷേ ആ ഒരു കമ്പനിയില്ല, അഡ്രസ്സില്ല. സിംഗപ്പൂരിലെ ഒരു കമ്പനിക്കാണ് 8 കോടി, താങ്കൾ പറഞ്ഞ 8,88 ലക്ഷത്തോളം രൂപ കൊടുത്ത സിംഗപ്പൂരിലെ ഒരു കമ്പനിക്കാണ്. എംബസി വഴി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനി തന്നെ നിലവിലില്ല എന്ന് പറയുന്നു. ഇതിനൊക്കെതിരെ കമ്പനിക്കുള്ളിൽ ഏതെങ്കിലും ആഭ്യന്തര അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അതിലാരെങ്കിലുമെതിരെ നടപടിയെടുത്തിട്ടുണ്ടോ? ഇല്ല, കമ്പനി ഇതേവരെ അത്തരത്തിലുള്ള ആഭ്യന്തര അന്വേഷണം നടത്തിയിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് ആർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുമില്ല. ഇപ്പോൾ തന്നെ ആഭ്യന്തര അന്വേഷണം നടന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഈ 52 ലക്ഷം രൂപ കമ്പനിയിൽ നിന്ന് പോയി. അതിനെക്കുറിച്ചിട്ട് അന്നത്തെ MD അൽകേഷ് സാറ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അപ്പോൾ അത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി അതിനെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അത് അന്നത്തെ അന്വേഷിച്ച 3 ഉദ്യോഗസ്ഥരാണ്. 3 ഉദ്യോഗസ്ഥർ, ഒന്ന് MDയുടെ തന്നെ TA ടെക്നിക്കൽ അഡ്വൈസർ, ഒന്ന് AGM ഫിനാൻസ് ആയിരുന്നു, ഒന്ന് മാനേജർ ഇൻ്റേണൽ ഓഡിറ്റ് ഓഫീസറായിരുന്നു. അപ്പോൾ അവരുടെ നിഗമനത്തിൽ ഗുരുതരമായ വീഴ്ച ഫൈനാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും അത് നോക്കുന്ന അക്കൗണ്ടൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് നോക്കി ചെയ്യേണ്ടതെന്നും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് മൈക്കിൾ വേദശിരോമണി സാറ് ഗവൺമെൻറ്റിലേക്ക് ലെറ്റർ എഴുതി നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആ സമയം മൈക്കിൾ സാറ് പോയിരുന്നു. ലെറ്റർ എഴുതി വിട്ടതിന് ശേഷം മൈക്കിൾ സാർ അവിടെ നിന്ന് പോയി, ട്രാൻസ്ഫറായി. പിന്നെ ഫെബി വർഗീസ് സാറാണ് വന്നത്. പിന്നെ ഫെബി വർഗീസ് സാറ് അത് എത്രമാത്രം നടപടി എടുത്തു, എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. ഈ പറയുന്ന ഫെബി വർഗീസ് ആണോ താങ്കളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ച് മോശമായി പെരുമാറിയത്? ഫെബി വർഗീസ് സാറ് ആണ് ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചത് ബൈജുവിന് എന്താണ് അധികാരമുള്ളത്, GO വേണം എന്ന് പറയാനായിട്ട്. ഈ KMML MDക്ക് പെട്ടെന്ന് എന്താണ്, അദ്ദേഹം വന്നിട്ട് വളരെ കുറച്ച് നാളായുള്ളൂ,
പെട്ടെന്ന് എന്താണ് ഈ ലാപ്പയോട് ഇത്ര താല്പര്യം തോന്നാൻ കാര്യം? അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ, കാരണം അത് പുള്ളിയുടെ താല്പര്യമല്ലേ. എനിക്ക് ഇപ്പോൾ ലാപ്പാന്നോ അല്ലെങ്കിൽ താങ്കളെന്നോ അല്ലെങ്കിൽ ഇന്നയാളെന്നോ ഒരു ഇതില്ല. കാരണം അവിടുത്തെ എൻ്റെ ഫയലുകൾ പരിശോധിച്ചാൽ അത് കാണാൻ പറ്റും. എത്ര കോടിയുടെ അഴിമതി ഇതുവരെ കണ്ടു? ഏതാണ്ട് ഒരു 100 കോടി പരം രൂപയുടെ അഴിമതി അവിടെ നടന്നിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. താങ്കൾ കണ്ടത് മാത്രം? ഞാൻ കണ്ടത് നമ്മുടെ അറിവിൽ ഏതാണ്ട് അത്രത്തോളം നടന്നിട്ടുണ്ട്. 100 കോടിയുടെ മുകളിൽ? 100 കോടിയുടെ മുകളിൽ പോകും മൊത്തത്തിൽ. നമ്മൾ 2000 മുതൽ എടുക്കുകയാണെങ്കിൽ. ഈ കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ ഇതിൽ പങ്ക്? അത് പറയാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരുണ്ടാകാം, വെളിയിൽ നിന്നിട്ട് ആൾക്കാരുണ്ടാകാം, ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ അവിടുത്തെ സംഘടനാ നേതാക്കന്മാരുണ്ടാകാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു, വിജിലൻസ് എൻക്വയറി വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിജിലൻസ് എൻക്വയറിയെ ഭയക്കുന്നവർ ഒരുപക്ഷെ അങ്ങനെ ഇട്ടുണ്ടാവാം. ഈ 100 കോടിയിൽ ഏതൊക്കെ ഉൾപ്പെടും ഈ പറഞ്ഞ അഴിമതിയിൽ? അല്ല, അത് കമ്പനിയുടെ വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഈ കോൺട്രാക്ടർമാർക്ക് അധിക തുക കൊടുക്കുന്നതും അതുപോലെ പല ട്രാൻസ്പോർട്ടേഷൻ പല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിലും ഇപ്പോൾ തന്നെ മെഗ്നീഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ കോടിക്കണക്കിന് രൂപ കമ്പനിയിൽ നിന്ന് പോകുന്നുണ്ടാവും. പക്ഷെ അത് നമ്മുടെ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ വിജിലൻ്റ് ആയിരുന്നാൽ ഒരുപക്ഷെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എല്ലാവരും. ESIPF ആ ഒരു സംഭവത്തിൽ അത്തരത്തിൽ ഈ ESIPFുമായി വരുന്ന ആരോപണങ്ങളിൽ ഏതാണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നവർ വരെ KMMലുമായി ബന്ധപ്പെട്ട് ESIPFിൻ്റെയൊക്കെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഇവർക്കൊക്കെ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരുപക്ഷെ സംഭവിച്ചേക്കാം. കാരണം KMMൽ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി തന്നെ 100 ദിവസത്തെ KMMൽ ജോലി ചെയ്ത അറ്റൻഡൻസ് വേണമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയാറുണ്ട്. അപ്പോൾ ആ 100 ദിവസത്തെ അറ്റൻഡൻസ് തയ്ക്കാൻ ആണെങ്കിൽ ESIPFൽ വ്യാജമായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. കാരണം അതിൻ്റെ കണക്കെടുക്കുന്നത് ESIPF എത്ര അടച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ്. നിങ്ങളുടെ തന്നെ ഇന്റേണൽ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു? കണ്ടിട്ടുണ്ട്. കാരണം RGN പ്രൈസ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിനകത്ത്. പക്ഷേ അതിനെക്കുറിച്ചൊരു സമഗ്രമായൊരു അന്വേഷണം നടന്നിട്ടില്ല. അതാണ് നമുക്ക് ആവശ്യം. സമഗ്രമായൊരു അന്വേഷണം നടക്കുമ്പോൾ ഇതൊക്കെ വെളിച്ചത്ത് വരും. ഈ പുറത്തു നിന്നുള്ളവർക്ക് എങ്ങനെയാണ് ESIPF ഒക്കെ KMMലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? അത് അവിടുത്തെ കോൺട്രാക്ടർമാർ മുഖേനയാണ്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കോൺട്രാക്റ്റ് ചെറിയ തുകയ്ക്ക് എടുക്കും. ചെറിയ തുകയ്ക്ക് എടുത്തതിന് ശേഷം അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കയറുന്ന തൊഴിലാളികളുടെ ലിസ്റ്റ് അവിടുത്തെ സെക്യൂരിറ്റി ഗേറ്റിൽ കൊടുക്കും. ആ സെക്യൂരിറ്റി ഗേറ്റിൽ കൊടുക്കുന്ന ലിസ്റ്റ് വളരെ കൃത്യമായിരിക്കും. കാരണം ESIPF രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ പേരിലായിരിക്കും അവിടെ കൊടുക്കുന്നത്. അതനുസരിച്ച് കമ്പനിക്കകത്ത് കൊടുക്കും. അതിനുശേഷം മാസം അവസാനം ഈ ESIPF അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മസ്ട്രോൾ ഈ കോൺട്രാക്ടർ കമ്പനിയിലേക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ മസ്ട്രോളിനകത്താണ് തിരിമറി നടത്തുന്നത്. കാരണം ഈ കമ്പനിക്ക് യഥാർത്ഥത്തിൽ കയറിയിരിക്കുന്നവരുടെ പേരല്ല ഈ മസ്ട്രോളിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് വ്യത്യാസം. കാരണം അത് ഞാൻ എൻ്റെ അടുത്ത് അടയ്ക്കാൻ വന്നപ്പോൾ ഞാൻ പരിശോധിച്ച് മനസ്സിലാക്കിയ കാര്യമാണത്. ഇപ്പോഴും നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കമ്പനിക്കകത്ത് കയറുന്നവരുടെ അല്ലാത്തവരുടെയും അടയ്ക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ഒരു അഴിമതി? ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ഇനത്തിൽ എത്ര ലക്ഷം രൂപ നഷ്ടം വരും KMMലിന്? അല്ല, അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ വരുന്നൊരു ഫയലല്ല അത്. ഈ RGN പ്രൈസ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു, ഒട്ടനവധി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. അത് ഏതാണ്ട് ഇൻഷുറൻസിൽ വരെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു തോന്നുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? യാതൊരു നടപടിയും കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഒരു തുടരന്വേഷണം പോലും കമ്പനി നടത്തിയില്ല. അതാണ് വീണ്ടും അഴിമതി നടത്തുവാനുള്ള ചാൻസ് ഉണ്ടായത്. അങ്ങനെയാണ്. കാരണം കമ്പനിയിൽ ഒരു അഴിമതി നടക്കുമ്പോൾ ആ അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടുമ്പോൾ ആ റിപ്പോർട്ടിന്മേൽ നടപടി എടുത്തെങ്കിൽ മാത്രമാണ് നാളെ ഒരിക്കൽ അഴിമതി നടക്കാതിരിക്കുള്ളൂ. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ആർക്കെതിരെയും നടപടി എടുക്കുന്നില്ല. അതുപോലെ ഈ അഴിമതി തടയുവാനുള്ള യാതൊരു മാർഗവും കമ്പനി സ്വീകരിക്കുന്നുമില്ല. അതാണ് സംഭവം. എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ കമ്പനിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരി അവരൊരാരോപണം ഉന്നയിച്ചു. അവർ ഉദ്യോഗസ്ഥനെതിരെ കമ്പനിക്ക് പരാതി നൽകി. അതിനുശേഷം അവരവരുടെ ജോലി അവസാനിപ്പിച്ചു പോയി. അത്തരമൊരു സംഭവം അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി അവിടെ കിട്ടിയതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായിരിക്കുന്ന പരാതി ലൈംഗിക ആരോപണമാണ്. ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൻ്റെ പകർപ്പുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അങ്ങനെ ഒരു പരാതി കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ യാതൊരുവിധ നടപടിയും കമ്പനി സ്വീകരിച്ചിട്ടില്ല. ചൂഷണം മുതൽ അഴിമതി വരെ KMMലിനുള്ളിൽ നടക്കുന്നുണ്ട്. ഉണ്ടാകാം. അതാണ് അന്വേഷണ വിധേയമാക്കേണ്ടതല്ലോ. ഓക്കെ സാർ, താങ്ക് യു.